വികസനം എന്ത് നടപ്പാക്കാൻ കഴിയും എന്നതിലപ്പുറം ഒരു സ്ഥലത്തെ MLA കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാതിരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. പാലായിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്, അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ തോക്കുമെന്ന് ജോസ് കെ മാണിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഭയത്തിൽ നിന്ന് വന്ന ഇതാണ് ഒരു മറുപടി ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നിങ്ങളെടുത്ത് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കളരിയാമക്കൽ പാലം 14 വർഷം മുമ്പ് പണിത, ലോകത്താരേലും അപ്രോച്ച് റോഡില്ലാതെ പാലം പണിയും. ആ അപ്രോച്ച് റോഡില്ലാതെ പണിത പാലത്തിന് വഴിയുണ്ടാക്കാനായിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ 13,29,00,000 രൂപ 2020 സാങ്ഷൻ ആയതാണ്. അത് ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറ്റി മാറ്റി ഒരാൾ സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ സ്ഥലത്തൂടെ ആ വഴി പൂർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അസംബ്ലിയിൽ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചതാണ്, നിങ്ങളോട് അലൈൻമെൻറ്റ് മാറ്റരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? പഴയ അലൈൻമെൻറ്റ് തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരു അശരീരി നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചുമ്മാ ചിരിക്കുക. അദ്ദേഹത്തിന് മറുപടി പറയാനില്ല, കാരണം അതുണ്ടായ കാര്യം എനിക്കറിയാം. അതിന് പറഞ്ഞത് ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പാല പൊൻകുന്നം റോഡ്, ആ റോഡിൽ നിന്ന് വരുന്ന പാലം അത് 90 ഡിഗ്രി സെൻറ്റിഗ്രേഡില്ല, 2 സൈഡിലേക്കും പാല ടൗണിലേക്കും കോട്ടയത്തേക്കും തിരിയുന്നു. അതുപോലെ അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഞാൻ ജലവകുപ്പിൻ്റെ സബ്ജക്ട് കമ്മിറ്റിയിലുള്ളയാളാണ്. 2020 കൃഷ്ണൻകുട്ടി ചേട്ടൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് 19,87,00,000 രൂപയ്ക്ക് ടെൻഡർ പിടിക്കാൻ തീരുമാനമായ പദ്ധതിയാണ്. 2021 ഈ ഗവൺമെൻറ് വന്ന ശേഷം ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ മേലിൽ സബ്ജക്ട് കമ്മിറ്റി ഞാൻ വരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യോട് പറഞ്ഞു, മീനച്ചിൽ റിപ്പർപാലി പദ്ധതി എന്ന് പറഞ്ഞ് ഇപ്പം ഈ നേരം വരെ 250 കോടി രൂപയിലേറെ ഈ സർക്കാരിൻ്റെ കളഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഈ വർഷം 12 കോടി ആദ്യം വെച്ചു, പിന്നെ 5 കോടി പിന്നീട് വെച്ചു. ഈ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു ഓഫീസുണ്ട്, അവർക്ക് ചുമ്മാ ശമ്പളം കൊടുക്കുക എന്തേലും. അപ്പോൾ ഞാൻ ചോദിച്ചു, റോഷി വെള്ളം ഇവിടുന്ന് കൊണ്ടുവരാം, അത് മൂലമറ്റത്ത് വരുന്ന പ്രൊഡക്ഷൻ ഇരട്ടിയാക്കും. അപ്പം പിന്നെ മൂവാറ്റുപുഴയും ആലുവയിലുള്ളവർക്ക് പരാതിയില്ലല്ലോ, ഉപ്പുവെള്ളം കയറും, ഈ വെള്ളത്തിൻ്റെ ഫ്ലോ അറിയാലോ. അപ്പം ഞാൻ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളുണ്ടായി വെള്ളം ഇടുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇടുക്കി ഡാമിലെ ചേറും ചെളിയും മാറ്റാം, എന്നിട്ട് ഡാം നിറഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുള്ളൂ. പ്രായോഗികമായ കാര്യങ്ങളില്ല. ഇവിടെ ഉണ്ടല്ലോ പാലായിൽ ഒരു സാധനം പണിത് വെച്ചിട്ടുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ്. ശരിക്കും അതിൻ്റെ പേര് മണ്ടൻ ബ്രിഡ്ജ് എന്ന്. 2020 പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ ജോസ് കെ മാണി ഞാനെല്ലാം ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് ഇന്നുവരെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല, അവിടെ അനുവദിച്ചിട്ട് കിട്ടണം. ആറ്റിക്കൊണ്ട് പണിത് വെച്ചിരിക്കുക, AC കൂടി ഇട്ട ഒരു മഴ വന്നാൽ വെള്ളം പോകും, ഈ സ്ഥലം പോക്കാം. ഒരു വണ്ടി പാർക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. ഇത്തരം പല പരിപാടികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പാലാ ടൗണിലെ 2 വാർഡുകളിൽ ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങളെ പാലായിൽ ശ്രീ മാണി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് നിഷേധിക്കാനാവില്ല. മാണി സാറിൻ്റെ ഞാൻ 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യവും അദ്ദേഹം ചെയ്ത് ഒരു പ്രവൃത്തിക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വിഘാതം സൃഷ്ടിക്കുന്ന ജോസ് കെ മാണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം കടവട പാലം 4 വർഷം മുമ്പ് തകർന്ന, ആദ്യമേ ഇവിടെ മന്ത്രിമാർ വരല് വന്നു പല ഓഫറുകളും കൊടുത്തു, ഉടൻ പണിയുന്നു, ഒന്നും നടന്നില്ല. അപ്പം ഞാൻ അവസാനം ഒരു കാര്യം ചെയ്ത് തൊട്ടപ്പുറത്ത് ഇതേ പഞ്ചായത്തിൽ 3 പഞ്ചായത്തിൽ ഒരു ചില്ലച്ചി പാലത്തിന് സാങ്ഷൻ കിട്ടുന്നുണ്ട്, അത് അപ്രോച്ച് റോഡില്ല. 3,80,00,000 രൂപ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം. ഏത് ഗവൺമെൻറ്റും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഈ മഹാനായ ജോസ് കെ മാണി ഉണ്ടായിരുന്നെങ്കിൽ കടവഴിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വെച്ചിട്ട് അത് സാങ്ഷൻ ആക്കണമെന്ന് പറയുന്നുണ്ട്, ചെയ്തില്ലല്ലോ. ഇതും അതുപോലെ ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും ആരായിട്ട് പാവപ്പെട്ട കർഷകർക്ക് രക്ഷപ്പെട്ടനെ. 1000 ടണ്ണിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഉണ്ടാക്കാൻ 15 ഏക്കർ സ്ഥലം കാനാട്ട് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തുകയും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഗവൺമെൻറ് മാറിയത്. ആ സാധനം ഫ്രീസറിലോട്ട് വെച്ചു. ഈ പാലയിലെ കർഷകർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏത്തക്കൊലയ്ക്ക് 27 രൂപ വിലയുള്ളൂ. ഏത്തക്കായ്ക്ക് ചില സമയത്ത് 90 രൂപയും 100 രൂപയാണ്. ഇന്ന് കർഷകർ തന്നെ ചെയ്യും, അവർക്ക് 40 രൂപയെങ്കിലും കിട്ടിയില്ലേ മുതലാവുള്ളൂ. അത് ആവറേജ് ഒരു 60 രൂപ കിട്ടിയതിലാണ് ഈ കോൾഡ് സ്റ്റോറേജ് തന്നെ. കർഷകൻ്റെ കാർഷിക വിളകൾ അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാമായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ വരുമായിരുന്നു. നിരവധി പേർക്ക് ജോലിയും അവസരവും ഉണ്ടാക്കാവുന്ന കാര്യം കൊണ്ട് കളഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പാലായിലെ ജനങ്ങളെ കളിയാക്കി ചെയ്തത് ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അവർ വിടുന്നതാണല്ലോ, മാണി സാറിൻ്റെ കാലത്ത് കാശ് കൊടുത്ത് പണിതാണല്ലോ. ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും IIIT പഠിക്കുന്ന കുട്ടികൾ കൊണ്ടാണ് പാലായിലെ കച്ചവടക്കാർ കഞ്ഞി പിടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, എന്ത് വിവരങ്ങളാണ് പറയുന്നത്.
പാലായിലെ കച്ചവടക്കാർ ഇവരെ കണ്ടാണ് ജീവിക്കുന്നത്. ബ്രില്യൻ്റിൽ ശരി 10,000 പിള്ളേർ പഠിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഹോട്ടലിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പുറത്തു പോകും. ഈ ട്രിപ്പിളൈറ്റിലെ പിള്ളേരെ വലൂര് കഴിഞ്ഞ് ഇങ്ങോട്ട് അവരുടെ കോമ്പൗണ്ട് വിട്ട് ഇങ്ങോട്ട് പോരുന്നില്ല. അങ്ങനെ ഏതൊക്കെ നാനാതരത്തിലും. ഇത് മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷമായി ബഡ്ജറ്റിൽ 5 കോടി രൂപ ചേരുന്നു. 2021 തന്ന കുരിശിങ്ക പാലം, മേലുകാവ് ഇലവിട പഞ്ചക്കല്ലേക്ക് പോകുന്ന പാലത്തിലൊരു വണ്ടിയെ പോകുന്നു. ഈ നേരം വരെ പണി തുടങ്ങിയിട്ടില്ല. ഓരോ തടസ്സം ഉണ്ടെങ്കിൽ അവസാനം ടെൻഡർ ചെയ്ത് ടെൻഡർ ഒരാളെടുത്തു. ഉടനെ അടുത്ത ഇതാണ് 18% പ്രൈസ് ഇൻക്രീസ് ചെയ്തു. റേറ്റ് റിവിഷൻ വന്നു. അതുകൊണ്ട് ഇനി പുതിയ ടെൻഡർ വിളിക്കുക. അപ്പോൾ ഇതങ്ങ് മാറി കിട്ടില്ലോ. ഇതുപോലെ ഇപ്പം കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചേക്കുന്നത് ഈ ഗവൺമെൻറ് എവിടെയാണ് അങ്ങേറ്റം 3 മാസം കൂടെ ഇരിക്കും. മെയ് 20 ആയുസ് തീരും. ആ തീരുന്നത് ബഡ്ജറ്റ് കണ്ടമാനം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക. ഇതൊന്നും നടക്കാനുള്ള കാര്യങ്ങളല്ല. പ്രായോഗികമായി നടക്കാനുള്ള കാര്യം ചിന്തിച്ചില്ല. ഇത് ഇല്ലിക്കൊക്കെ ഇലവിട പൂഞ്ചിറയിൽ 2 ടൂറിസ്റ്റ് സ്റ്റേഷൻ 50 സെൻറ്റ് വീതം സ്ഥലവും അലോട്ട് ചെയ്തായിരുന്നു ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട്. ആ സ്ഥലം തിരിച്ചെടുത്തു. ഇലവിട പൂഞ്ചിറയിൽ 3.5 കോടി രൂപ സാങ്ഷൻ ചെയ്തായിരുന്നു. ആ പൈസയും കൊണ്ടുപോയത്. അങ്ങനെ ഏതൊക്കെ തരത്തിൽ പാലായ്ക്ക് തടസ്സം നിൽക്കാമോ? ഇവർ ധരിച്ചിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ ഇവർക്ക് ജയിക്കുന്നത്. ഈ മന്ത്രവും തന്ത്രവും കുതന്ത്രമൊന്നും പാലായിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രബുദ്ധരായ വോട്ടർമാർക്ക് മുമ്പിൽ ചിലവാകില്ല. അതിനുവേണ്ടി അപേക്ഷ വെള്ളം വാങ്ങിയാണ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ ഞാൻ നേരെ അദ്ദേഹം പറഞ്ഞായിരിക്കും തന്നെ അവിടെ പോയി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം പാലയുടെ കാര്യങ്ങൾ പറയുന്നതിന് മേളിലോട്ട് പോയി നടത്താൻ ആളില്ല, നടത്തി തരുന്നില്ല. ഇവർ തടസ്സം നിൽക്കുക. പിന്നെ ഇതിനവിടെ പോയി താലൂക്ക് വികസന സമിതി ഞാൻ പോകാറുണ്ട്. ഈ സബ്ജക്ട് കമ്മിറ്റിയിൽ ഞാൻ പോകാറില്ല. അതിന്റെ കാരണം ഇതാ. ഈ എന്നിട്ട് മുഴുവൻ ഭാരവചിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ പിന്നെയും ഇത് മുഴുവൻ നടക്കുന്നത് എനിക്കറിയാമല്ലോ. ഈ ആരൊക്കെ ഏതൊക്കെ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ജലവിസർജന വകുപ്പ് അവരുടെ അല്ലേ. ഈ എറണാകുളം റെഗുലേറ്റർ ബ്രിഡ്ജ് വന്നിരുന്നെങ്കിലും മുത്തൂലിയും പാലായും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജായിരുന്നേ. അങ്ങ് തലപ്പലം പഞ്ചായത്തിലെ ആ പാലം വരെ ഈ വെള്ളം നിന്നേനെ. ഈ 2 സൈഡിലുള്ള അളിപ്പാടെ കുടിവെള്ളം കിണറുകളൊക്കെ പറ്റിയില്ലേ. ആ വെള്ളം അവിടെ നിൽക്കണമായിരുന്നു. അത് നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. കേന്ദ്രത്തിൽ സഹായിച്ചേനെ. ആ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായിരുന്ന 2 സൈഡിലും കല്ല് കെട്ടി കയറിയിരുന്നെങ്കിൽ ഒരു നടപ്പാതയും കൂടെ ഉണ്ടാക്കി ലൈറ്റ് വിട്ട് കൊടുത്തിരുന്ന പാലയുടെ മുഖചിത്രം മാറുകയായിരുന്നു. അതിനിപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ എന്തായാലും ചെയ്യും. അങ്ങോട്ടിങ്ങനെയൊക്കെ എത്തി നോക്കുകയും വേണ്ട. പാലായിട്ട് ജയിക്കാവുന്ന ദിവസമാണ് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. നല്ല കാര്യമാണ്. എനിക്ക് ആശങ്കയില്ല. നല്ല കാര്യമാണ്. ആദ്യം 1.5 കൊല്ലം ലോക്സഭയെ ബാക്കിയുള്ളപ്പോൾ നിർത്തി രാജ്യസഭ പോയി. രാജ്യസഭയിലെ 3.5 കൊല്ലം ബാക്കിയുള്ളപ്പോൾ അത് നിർത്തിയിട്ട് വീണ്ടും പാലായി വന്നു. ഇപ്പം രാജ്യസഭ 4 കൊല്ലം ബാക്കിയുണ്ട്. നിർത്തിയിട്ട് ഇനി പറഞ്ഞിട്ട് പാലായിലെ ജനം നോക്കിയിരിക്കുക ഒന്ന് കൊടുക്കാൻ. ക്യാൻസർ സെന്ററിനെതിരെ പറഞ്ഞതല്ല. അത് പുള്ളി പ്രായോഗികമായി പറഞ്ഞ കാര്യം മനസ്സിലാക്കാതെ പറയുന്നത്. ഈ ടൗണിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഈ ക്യാൻസർ സെന്റർ പണിയുന്നതിന് പകരം KM മാണി മെമ്മോറിയൽ എന്ന് പറഞ്ഞ് തന്നെ കുറച്ച് അങ്ങോട്ടും മാറി ഒരു ക്യാൻസർ സെന്റർ പണിയായിരുന്നെങ്കിൽ, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ അത് നാടിന് പ്രയോജനം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തന്നെയല്ല, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇനിയും മേലിനൊരു സാങ്ഷൻ വരണം. 8 അടി വീതിയിലുള്ള ഭിത്തി വേണം. അതിൻ്റെ മണ്ണും സിമെൻറ്റിൻ്റെയും കല്ലിൻ്റെയും മെറ്റലിൻ്റെയൊക്കെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ റേഡിയേഷൻ്റെയും പുറത്തേക്ക് വരും. അത് ദൂഷ്യമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ക്യാൻസർ സെൻറ്റർ ഇവിടെ പലതുകൊണ്ടുള്ള കാര്യദാസനുണ്ട്. ഇപ്പോൾ ഇവിടെ മാർച്ചകാരുണ്ട്. ഒന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. നീ ഈ പറഞ്ഞ മണ്ടം പിടിച്ചു ഇതും പറഞ്ഞത് പൊക്കിയിട്ട് അവസാനം ഒരു സാങ്ഷൻ തന്നില്ലല്ലോ. അവരൊന്ന് ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ട് തരുള്ളൂ. തന്നില്ലെങ്കിൽ ഇത് മുഴുവൻ വേസ്റ്റല്ലേ. അപ്പം ഇപ്പം കൊടുത്തേക്കുന്ന 20 കോടിയും 5 കോടിയൊന്നും നടക്കാൻ പോകുന്നില്ല. അത് കാരണം ഇവരല്ലല്ലോ. ഇവരതിൽ പോവാന്നുള്ള വിവരം അറിയാം. ഈ ഷോൺ ജോർജ് വന്നിരിക്കാനെത്തും അങ്ങനെ BJP വോട്ടെല്ലാം ഷോണിന് കിട്ടും, അങ്ങനെ കാപ്പം നോക്കുന്നൊക്കെയാണ് ജോസ് കെ മാണിയുടെ ഒരു സന്തോഷം. അതൊക്കെ അവരുടെ ചില സ്വപ്നങ്ങളും മോഹങ്ങളും അല്ലേ. അവരും തന്ത്രവും കുതന്ത്രവും പ്രയോഗിക്കും നാട്ടുകാരുടെ ഇടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ. എന്നിട്ട് നേരെ പിന്നെ യേശുക്രിസ്തുവിനെ പോലെ പറയാം, എന്നെ ദ്രോഹിക്കുന്നു, എന്നെ കളിയാക്കുന്നു,
ഞാൻ മോശക്കാരനാണെന്ന് പറയുന്നു. ഞാൻ മോശക്കാരനാണെന്ന് ഞാൻ എത്ര എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പം ആ റോഡൊക്കെ നന്നായി കണ്ടപ്പോൾ അങ്ങനെ മനസ്സിൽ വലിയ വിഷമമാണ്. ഞാൻ പോകുമ്പോൾ ആ റോഡ് ഒരു കല്ലിന് വേറെ ഇടയിലേക്ക് കയറി 1500 രൂപയായിരുന്നു ജീപ്പുകാർ മേടിച്ചിട്ടുണ്ട്. 5.5 കിലോമീറ്റർ പോകാൻ. കാരണം ജീപ്പുകാർക്ക് മുതലായില്ല, 4 പ്രാവശ്യം കൂടുമ്പോൾ അവന് ടയർ പോകും. ആ റോഡ് ഞാൻ 11 കോടി 20 ലക്ഷം രൂപ, 11 കോടി 50 ലക്ഷം രൂപ. അന്ന് പിണറായി വിജയനായിട്ട് എടുപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഇടതുപക്ഷ ജനാധിപത്യം നിന്ന കാലത്താണ്. അങ്ങനെയാണ് ഒരു 80 കോടി രൂപ കഴിഞ്ഞ ആ 1.5 വർഷം കൊണ്ട് ഡെവലപ്മെന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണിത്. ഒറ്റ കരുതലുണ്ട്. ഇവിടെ ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന അന്തിനാട് മേലുകാവ് റോഡ് സാധാരണ BMWC റോഡ് 5 കൊല്ലം കഴിയുമ്പം ഓവർലേ ചെയ്യണം. ഈ ഞാൻ അസംബ്ലി ചെന്ന അന്ന് മുതൽ ഈ 5 കൊല്ലം പൂർത്തിയായ കാലത്ത് മുഹമ്മദ് റിയാസിനോട് പറയുകയും അവിടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഇന്നീ നേരം വരെ 10 ദിവസം വെച്ച് 5 വർഷം ആ കൊട്ടിപ്പണിയും അവിടെ കൊണ്ടുവന്ന് വെച്ച് പാച്ച് വർക്ക് ചെയ്യും. ഇതാണോ വികസനം? അപ്പം ഈ പാലായിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാമോ അത് മുഴുവൻ. എന്തെങ്കിലും ഡെവലപ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ 18 മാസത്തിനിടയ്ക്കാം. ഞാൻ ഉണ്ടായിരുന്ന LDF ഉണ്ടായിരുന്ന 18 മാസം. മാണിസാർ തന്നെ സ്ഥിരം പറയാറുണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല, കളിയാക്കുക. ഇത് തന്നെയല്ലേ എവിടെയും നടന്നത്. അവർ തന്നെ പണിതേച്ചും അവർ തന്നെ എനിക്ക് ചെയ്തിച്ചും ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നടത്താതിരുന്നിട്ട് അതിന് വികാസം സൃഷ്ടിച്ചിട്ട് ഇപ്പം അതിനെ കുറ്റക്കാരൻ ഞാനാണോ? അല്ല, ഉണ്ടാകാൻ അവർ സമ്മതിച്ചിട്ടില്ല. അതിനെല്ലാം പറഞ്ഞ ബഡ്ജറ്റിൽ 5 കോടി രൂപ തന്നു കുരിശിക്കപ്പാലത്തിന്. രണ്ടാമത്തെ ബഡ്ജറ്റിൽ തന്നു 5 കോടി രൂപ. 3.5 കോടി രൂപ ഇവിടെ എലിവാലി കാവുമണ്ണം റോഡിനും 1.5 കോടി രൂപ എലിക്കുളത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാണ്. ഇത് രണ്ടും ഈ നേരം വരെ തുടങ്ങിയിട്ടില്ല. MP പറയുന്നത് നല്ല സൗഹൃദമാണ് കപ്പലുമായിട്ട്, കണ്ടാൽ ചിരിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങൾ MP എന്ന നിലയ്ക്ക് അറിയിക്കുന്നില്ല എന്നൊക്കെ പറയാം. പുള്ളിനെ അറിയിക്കുന്നില്ല. പാരവെക്കാനുള്ളതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനാണ്. ചേട്ടാ ഇങ്ങനെ പരിപാടി വരുന്നുണ്ട് നടക്കുമെന്ന് പറയാനാണ്. ഞാൻ ടോട്ടൽ നിസ്സഹകരണമായിരുന്നു. ഞാനിപ്പോൾ ആരെ കണ്ടാലും ഞാൻ ചിരിച്ച് കളിക്കും. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ പുള്ളിയെ കണ്ടാലോ പുള്ളി വന്ന് വലിയ രോഗം പറയും, കേട്ടിട്ട് ഞാനും പോരും. പലരുടെ വീട് 90% പൂർത്തിയായത് എൻ്റെ മൊത്തം കിട്ടു പറയാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. അവിടെ കുപ്പിക്കഴിഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കി. ഞാൻ 2019 ഒക്ടോബർ 9-ാം തീയതി MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. 10-ാം തീയതി യൂത്ത് ഫ്രണ്ടുകാരുടെ ഒരു ജാഥ പോകുകയില്ല. ബൈപ്പാസ് റോഡ് നന്നാക്കണം. യാത്രാചാര്യം ഒന്നും ചെയ്തിട്ടുണ്ട്. അതിനെ കുപ്പി കഴുത്ത് മാറിയോ? അതിന് 10 കോടി 10 ലക്ഷം രൂപ വായിച്ചു. RV സെൻറ്റർ വരെയുള്ളത് പോയി. പലവട്ടം മുഖ്യമന്ത്രി വിളിച്ച ഈ ജില്ലയിൽ വിളിച്ചിട്ടുള്ള ഓരോ MLA-മാരെ വെച്ചുള്ള യോഗമുണ്ട്. അതിൽ ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഈ റിപ്പബ്ലിക്കോട് കഷ്ടിച്ച് 58 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുള്ള കൊടുത്താൽ, കോമ്പളംകാർക്ക് കൊടുക്കാനുള്ള കൊടുത്താൽ ആ വഴി പൂർത്തിയാകും. ചെയ്യല. ഞാൻ ഈ ബഡ്ജറ്റിലും കൊടുത്താൽ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ തന്നിങ്ങനെ ആകെ 5 കോടി രൂപ ആ മരിയൻ സിന്ധുവിൻ്റെ അവിടെ സ്ഥലം എടുക്കാൻ. അത് തികയല്ല. ഞാൻ 8 കോടി എഴുതി കൊടുത്തു. ഒരു സംശയം വേണ്ട. ഭൂരിപക്ഷം ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞ തവണത്തൊക്കെ ഭൂരിപക്ഷം ജയിച്ചു. ഒരു തർക്കവും വേണ്ട. അതിന് ചോദിക്കാൻ വേണ്ടി മഞ്ഞ് ഉള്ളുകയും വേണ്ട. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പാലായിലെ ജനം മാറുകയാണ്. പാലക്കാർ അത്യാവശ്യം വിവരമുള്ളവരായിരുന്നു. ചൊവ്വാക്കേണ്ട ഒരു വിവരമില്ലാത്തവരാന്നല്ല പറഞ്ഞത്. അവർ പഠിക്കും, കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയൊക്കെ പോകുന്നവർ തന്നെയാണ്. പറഞ്ഞിട്ട് നോക്കിയിരുന്നു. എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപരനെ കൊണ്ടുവന്നത് പാലക്കാട് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഞാൻ 3 ലക്ഷം മണിസാറോട്ട് മത്സരിച്ചപ്പോഴും ഞാനൊരു അപരനെ പറയാം. KM ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങോട്ട് വന്നു നമുക്ക് അല്ലാതെ ജയിപ്പിക്കുന്നതും മതി. ഇപ്പോഴാണ് ഒരു മാണി സി കുര്യാക്കോസിനെ കിട്ടും. എൻ്റെ ചിഹ്നം ട്രാക്ടർ, ആ പുള്ളി ചിഹ്നം ട്രക്ക്. 1800 വോട്ട്. ഞാൻ ഇവനെ അന്വേഷിച്ചു പോയി. ഗോതമ്പലത്തെ വീട്ടിൽ ചിലപ്പോൾ പാമ്പ് വരെ നിലത്ത് കിടക്കുന്നു. അന്ന് ഇവിടുത്തെ കാശ് കൊണ്ട് ലാവിഷായിട്ട് മുട്ടി
എഴുന്നേക്ക് നിന്നാ പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്. ഈ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച വൈകുന്നത് ജോസ് കെ മാണി എപ്പോഴും കേരള കോൺഗ്രസ്സുകാർ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരിതുണ്ട്. അത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ്സുകാരടുത്ത് ജോസ് കെ മാണി ചെന്നില്ലേ? ഞാൻ ചെന്ന് ചെന്നോണ്ട് പറയാൻ പറ്റുമോ പുള്ളിക്ക്? ചെന്നാണോ? എത്ര വട്ടം UDF-ലേക്കുള്ള എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് പറയാനെങ്കിൽ കുരിശുപള്ളി മാധവനെ മുമ്പ് വെച്ച് പറയുന്ന പണി ഞാൻ ചെയ്യാം. അത് വേണ്ട. ഇതിപ്പോ ആ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കണ്ടുപിടി ഈ ജാഥയുടെ യാത്രയ്ക്ക് പിടിച്ചിട്ട് കൂച്ചുവരം കിട്ടിട്ട് ആനയ്ക്കൊക്കെ ഇടുന്നവര് അങ്ങോട്ടും പോകാൻ വേണ്ടി ഇങ്ങോട്ടും പോകാൻ എനിക്കറിയില്ല. ജോസ് കെ മാണിക്കെതിരെയാണോ വേറെ ആർക്കെതിരെ? ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നോട് ഇവിടെ മത്സരിക്കാൻ വ്യക്തി എഴുതാൻ പറഞ്ഞ് ഞാൻ വ്യക്തികളൊക്കെ ബുക്ക് ചെയ്തു. അത് ഞാൻ പറഞ്ഞു ശരിയാണ്. ജോസ് കെ മാണി UDF-ലേക്ക് വരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയെന്നും പലരെയും കണ്ടു എന്നും നിങ്ങൾക്ക് അറിയാം. ഇനി എന്നെ കൊണ്ടത് അതല്ല ഞാൻ പറഞ്ഞ ചർച്ചയുണ്ടായിട്ടില്ല എന്നാ കുരിശുപള്ളി മാതാവിന്റെ മുമ്പ് വെച്ച് പറയാമെന്ന് പുള്ളിയോട് ചോദിച്ചു. മൊത്തത്തിൽ ഇവിടെ പാലായിക്ക് പറ്റിയ എല്ലാ പരിപാടികളും നടത്തി സൃഷ്ടിക്കുക. അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ മാണിസാറിനെതിരെ ആഭരണം നിർത്തിയില്ല. മാണിസാറിന് 3 പ്രാവശ്യം തോറ്റപ്പോഴും അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും എതിര് പറഞ്ഞില്ല. ഈ ബൈപ്പാസ് റോഡ് ആദ്യം ഡ്രെയിനേജ് ഇല്ലായിരുന്നു, അറിയാം ഗോപി അറിയാം. ഡ്രെയിനേജ് ഇല്ലാതെ അന്നൊക്കെ പണി തീർത്തു. കാരണം ആ ഇലക്ഷൻ എന്തെങ്കിലും കാണിക്കാൻ വേണമായിരുന്നു. പിന്നെ ഇത് പൊളിച്ച ഡ്രെയിനേജ് പണിത് നമ്മൾ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ആ വീടിന്റെ വില കൊടുക്കണം. അദ്ദേഹം കോടതിയിൽ പോയിരുന്നു, കോടതി അതിനത് വിധിയായിട്ടുണ്ട്. ആ കാശ് കൊടുക്കുന്നില്ല. അല്ല 58 ലക്ഷം രൂപ റിവർ വ്യൂ റോഡ് വരും. അത് 58 ലക്ഷം രൂപയുള്ളൂ. 58 കൊടുത്ത് ഇൻഷുറൻസ് ഫ്രീ ആക്കിയാൽ ആ കോൺട്രാക്ട് ബാക്കി വർക്ക് ചെയ്യും. അതുപോലെ പലവട്ടം 5 വർഷമായിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നതാണ്. ഈ റിവർ വ്യൂ റോഡ് തോന്നിക്കുന്ന സാന്തം കോംപ്ലക്സിന്റെ അവിടെ നിന്ന് ഒരു ഫ്ലൈ ഓവർ, ആർവി ജംഗ്ഷനും കടന്ന് അപ്പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫ്ലൈ ഓവർ 40 കോടി രൂപ വരും. അത് പാലായുടെ വികസനത്തിന് എന്തായാലും UDF വരുമ്പോഴത്തേക്കും തീർച്ചയായും ചെയ്യും. കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്ക് വരും. ഇവിടുത്തെ ടൂറിസം മേഖല വലിയ തോതിൽ വളരും. ലീഗയിൽ 11 ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരും. അതിന്ന് വരത്തിനൊന്ന് സംസ്ഥാന ഗവൺമെന്റിന് റെക്കമെൻഡ് ഞാൻ പലവട്ടം റിയാസിനോട് ചോദിച്ചു. 10 പൈസ സർക്കാർ മുടക്കില്ല. BMNBC ലെവലിൽ അമ്പാടി വീതിയുള്ള വഴി വരും. ഇത് ചെയ്യണ്ടേ? ഇതിപ്പോൾ വാഗമണ്ണും ഈ 2 ഡെസ്റ്റിനേഷനുമായിട്ട് ലീഗലിലായിട്ട് യോജിപ്പിക്കണമെങ്കിൽ 11 കിലോമീറ്ററിൻ്റെ റോഡ് വന്നാൽ മതി. ടൂറിസ്റ്റ് എവിടെ പോയി നിൽക്കും? നാട്ടിലുള്ള ആളുകൾ രക്ഷപ്പെടും. എല്ലാവർക്കും ഹോം സ്റ്റേ പണിയാം. 20 ലക്ഷം രൂപ മതി ഒരു ഹോം സ്റ്റേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അത് മുദ്ര ലോൺ കിട്ടും. അതെനിക്കറിയില്ല. UDF അധികാരം ചെയ്ത് MLA ആണെങ്കിൽ ഈ കാര്യം മുഴുവൻ ചെയ്യും. സംശയം വേണ്ട. അതെ, ഒന്നുകൂടെ ക്ലാരിറ്റി ക്ലിയറായിട്ട് പറയണം. ഞാൻ LDF-ൽ 18 മാസം LDF-ന്റെ ഭാഗമായിരുന്നപ്പോഴാണ് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നത്. അന്ന് ഒരു MLA-മാരും കോവിഡ് സമയത്ത് തിരുവനന്തപുരത്തിന് പോകില്ലായിരുന്നു. ഞാൻ ബുധനാഴ്ച ഓൺലൈൻ ക്യാബിനറ്റ് മുഖ്യമന്ത്രി അവിടെ തന്നെയാണ്, വീട് വിട്ട് പുള്ളി പോകാറില്ല. ഞാൻ ഇവിടുന്ന് ഓരോ പേപ്പറും ഫയലുമായിട്ട് ചെന്ന് അത് പിടിപ്പിച്ച് ഇലക്ട്രോണിക് സീലും വെച്ചിങ് തരും. അപ്പം അന്ന് ഓഫീസുകൾ വഴി കയറി ഇറങ്ങുമ്പം പല ഉദ്യോഗസ്ഥരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് നല്ല MLA ആണല്ലോ മണ്ഡലത്തിന് വേണ്ടി ഈ സമയത്ത് പോലും വന്ന് കാണുന്നല്ലോ. മറ്റൊക്കെ കോവിഡാന്ന് വിചാരിച്ചിട്ട് ആരും വരുന്നില്ല. അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അത് ഓരോ പ്രാവശ്യം എഴുതി മേടിക്കും. പുള്ളിക്ക് ഇതിനെ കൊണ്ട് കൊണ്ട് പറയും കഥാസെല്ലാം കൊണ്ടിട്ടുണ്ട് തന്നെ അതൊക്കെ പിടിച്ചു തരും. നമുക്ക് പിരിയും. ഈ ജോസ് കെ മാണിയുടെ കൂടിക്കാഴ്ചക്ക് ഇപ്പം പ്രമുഖ നേതാക്കളുമായിട്ട് തന്നെയാണോ കൂടിക്കാഴ്ച നടത്തിയത്? കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇനി അതേ സംബന്ധിച്ച് കൂടുതൽ ചോദിക്കണ്ട. സഭയ്ക്ക് താല്പര്യം അറിയില്ല എനിക്ക്.
വികസനത്തിന്റെ കാര്യം പറഞ്ഞത് അതിന്റെ MLA പറയുന്നതിന്റെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ LDF ആണ് വികസനം കൊണ്ടുവന്നുള്ള അർത്ഥം വരുന്നില്ല. അർത്ഥം വന്നോട്ട് ഞാൻ ഭരണ മുന്നണിയിൽ ഒരു MLA നിൽക്കുമ്പോൾ കിട്ടുന്ന കൺസൾട്ടേഷൻ മാണിസാർ തന്നെ പറഞ്ഞില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ആ മാണിസാറിനെ പോലെ ഒരു മഹാനായ മനുഷ്യന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാലായ്ക്ക് വേണ്ടി ഒന്നും തന്നില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്ര മഹാനല്ലല്ലോ ഞാൻ. പക്ഷേ കേരളത്തിൽ ഇതുവരെ ഇപ്പോൾ MLA ഇങ്ങനെ പറയുന്നില്ല, പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാനവിടെ സ്നേഹിതന് അറിഞ്ഞില്ല രമേശ് ചെന്നിത്തലയുടെ ജാഥ കഴിഞ്ഞോണ്ട് ഇപ്പം നാളെ ആ ജാഥയിലാണ് ഞാൻ ആ യോഗത്തിലേക്ക് കയറുന്നത്, ഇതിൽ ചേരുന്നത്. അപ്പം പരസ്യമായിട്ട് ഉമ്മൻചാണ്ടി രമേശും എല്ലാം ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ പറഞ്ഞു പാലായിൽ വികസനം ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് 80 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതിന് ഈ പിണറായി വിജയനോടും ഇടതുപക്ഷ മന്ത്രിമാരോടും നന്ദിയുള്ളത്. അതൊന്നും പറയാൻ എനിക്ക് ഇവിടെയില്ല. ചെയ്ത് കിട്ടിയ കാര്യം ചെയ്തതെന്ന് പറയും. LDF കാലത്ത് വികസനമൊന്നുമല്ല, LDFിന്റെ ഭാഗമായി ഞാൻ എഴുതുന്നു. LDF കാലത്ത് വികസനം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ജോലിയായിട്ട് തന്നെ ചെയ്യുന്നു. കഴിഞ്ഞ ജോലിയായിട്ട് ചവിട്ടി ഒതുക്കല്ലേ. ഇനി ഇതിൽ നിന്ന് പൊട്ടി വിടൽ മെയ് 20 കഴിയുമ്പോൾ അപ്പം പാലാ വികസനം എന്നാന്ന് കാണും. 52 കൊല്ലം നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ അപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.